Hi guys, welcome back to my vlog. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിം മാറ്റിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നൊരു വ്ളോഗാണിത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊരു വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു മല്ലു ആർക്കിടെക്റ്റ് എന്നാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലായാലും ഇൻസ്റ്റഗ്രാം ഹാൻഡിലായാലും ചെയ്തിരിക്കുന്നത്. ഇതിനു മുന്നേ ഗൗസ് ബ്ലോഗ്സ് എന്നായിരുന്നു. അപ്പോൾ കുറേ കൊളീഗ്സും ഫ്രണ്ട്സും ഒക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്തായിരുന്നു പേര് മാറ്റിയാൽ നന്നായിരിക്കും, കാരണം സെർച്ച് ചെയ്യുമ്പോഴൊന്നും ഭയങ്കരമായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ കൈൻഡ് ഓഫ് ലൈക്ക് ദിസ് നെയിം ടു, ഒരു മല്ലു ആർക്കിടെക്റ്റ്, കുറച്ച് വെറൈറ്റി ആയിട്ടില്ലേ. അങ്ങനെ ഒരു ചാനൽ ഞാൻ ജസ്റ്റ് കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പം ആർക്കും ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു. സോ ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യണ്ട. ഞാൻ ഇന്ന് എൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു കണ്ടൻറ്റാണ് എനിക്ക് ചെയ്യാൻ ഞാനിന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് ആക്ച്വലി ഭയങ്കര റിസൾട്ട് തോന്നിയ ഒരു സാധനത്തിനെ കുറിച്ച് നിങ്ങൾക്കും കൂടെ അതിനെപ്പറ്റി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ആസ് യു നോ, തംബ്നെയിലൊക്കെ ഞാൻ കാണിച്ച പോലെ എൻ്റെ ആക്നെ ജേണിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആക്നെ ആക്ച്വലി എൻ്റെ ഭയങ്കര ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പം എനിക്കതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല. ഞാൻ കുറേ നാളായിട്ട് എനിക്ക് ആക്നെ ബ്രേക്കൗട്ട്സും ഈ ഒരു മാർക്സും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ പല ടൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡാൻസിനൊക്കെ ആയിട്ട് ഒരുപാട് മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം ആൻഡ് ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ മാറ്റി ട്രൈ ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കിന്നിൽ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു സാധനം. ഭയങ്കര എന്താ പറയുക, ഇന്ന് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് അല്ല ഞാൻ അടുത്ത മാസം യൂസ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ പുതിയ സാധനങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ്സ് വാട്ട് ഐ ഡു വിത്ത് മൈ സ്കിൻ ആൻഡ് മൈ ഹെയർ ആൻഡ് എൻ്റെ എല്ലാ ബോഡി പ്രൊഡക്ട്സും ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് വന്നിട്ട് എൻ്റെ സ്കിന്നിന് ഭയങ്കര ഒരു ബാഡ് തിങ് ആയിരുന്നു. അപ്പം ഡെർമറ്റോളജിസ്റ്റിനെ ഞാൻ ഫൈനലി കുറേ നാൾക്ക് ശേഷം എൻ്റെ ഈ ആക്നെ ബ്രേക്കൗട്ട്സ് ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ പോയി കണ്ടു. സോ ഞാൻ ഇമേജസ് ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. എൻ്റെ ആക്നെ ജേണി ഒരു പോയിന്റിൽ ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് സോ ഫ്രസ്ട്രേറ്റഡ്. ഭയങ്കര ബ്രേക്കപ്പ്സ് ഇങ്ങനെ ഭയങ്കര കുരുവായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പം ഞാനിങ്ങനെ പിക്ചേഴ്സ് എടുത്ത് വെക്കായിരുന്നു ഓരോ ദിവസവും ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടെസ്റ്റിങ്. ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സും, ഇപ്പോൾ എൻ്റെ ഫേസ് വാഷ് ആണെങ്കിലും ഇപ്പോൾ ഒരു കുരു വന്നു കഴിയുമ്പോൾ ഞാൻ അതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് തുടങ്ങി. അതാണോ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഓൾസോ ഇത് ഒരു പ്രോഡക്റ്റിനെയും പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു വ്ളോഗല്ല. ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടെൽ അബൌട്ട് ദിസ് വൺ പ്രോഡക്റ്റ് വിച്ച് ഈസ് ഭയങ്കര എഫിഷ്യൻ്റ്ലി ചേഞ്ച് മൈ ആക്നെ. ഈ ഒരു പ്രോഡക്റ്റ് ക്ലിൻഡാമൈസിൻ നിക്കോട്ടിനമൈഡ് ജെൽ എന്നാണ് പറയുന്നത്. എരിറ്റോപ്പ് എൻ എന്നുള്ളൊരു പ്രോഡക്റ്റാണ്. സോ ഇത് നമ്മുടെ മിക്ക നമ്മുടെ കേരള ആൾക്കാർക്കും ഉള്ള ഒരു ആക്നെ ട്രോപ്പിക്കൽ ആക്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ജെല്ലാണ്. സോ ഞാൻ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്കൊരു ഫേസ് വാഷ് ആയിരുന്നു, സൾഫേറ്റ് ഫ്രീ ഫേസ് വാഷ് ആയിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ആക്നെ ഇങ്ങനെ വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ അങ്ങനെയല്ല എനിക്ക് ആക്നെ ഉള്ളത്. അതൊരു ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നോക്കിയപ്പം ഈ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന ടൈപ്പ് ആക്നെയാണെന്ന് ഇങ്ങനെ പറഞ്ഞു, ബ്ലിസ്റ്റേഴ്സ് പോലെ. നമുക്ക് എല്ലാവർക്കും പല ഒരു രീതിയാണ്. സോ മസ്റ്റായിട്ടും ഇഫ് യു ആർ ഫീലിംഗ് ദാറ്റ് യുവർ ആക്നെ ഈസ് കൈൻഡ് ഓഫ് ഇറിറ്റേറ്റിംഗ് യു, മസ്റ്റായിട്ടും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക. ആൻഡ് പ്രിസ്ക്രിപ്ഷനോടെ തന്നെ അവർ തരുന്ന സാധനങ്ങൾ യൂസ് ചെയ്യുക. സോ ദിസ് വാസ് വൺ ഓഫ് ദി ജെൽ. സോ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർ ഇത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യരുത്. ആൻഡ് അല്ലാത്തവർക്ക് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സേഫ് ജെൽ. യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. നമുക്ക് ഈ ആക്നെ എന്നൊക്കെ പറയുന്നത് കുറേ സ്വെറ്റിങ്ങും ഹോർമോണൽ ഇഷ്യൂസും അങ്ങനത്തെ ഒക്കെ റീസൺസ് കൊണ്ട് നമുക്ക് വരാം. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദാറ്റ് ഫേസ് എപ്പോഴും ക്ലീനാക്കി വെക്കാത്ത അങ്ങനെ മാത്രമല്ല, നമ്മൾ സൺലൈറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ കൊണ്ടും വരാം. സോ എല്ലാവരും
ക്വിക്കായിട്ട് ഹീലാവട്ടെ ആഗ്നേസ് എന്നൊക്കെ. ആൻഡ് ടേക്ക് കെയർ, ബൈ.